വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അർജുൻ വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് സെറ്റിംഗ്സ് എങ്ങനെ റീസെറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതായത് നമ്മുടെ ഫോണിൽ ഇൻ്റർനെറ്റ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ, നെറ്റ് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോവുക, സ്ലോ ആവുക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് സെറ്റിംഗ് ഒന്ന് റീസെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ചിലപ്പോൾ റീസെറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇത്തരം ഇഷ്യൂസുകളെല്ലാം തന്നെ മാറിക്കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എങ്ങനെ റീസെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് അവിടെ കണക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഇല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സെറ്റിംഗ്സ് അങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ചില ഫോണുകളിലേക്ക് മോഡൽ അനുസരിച്ചൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന സെറ്റിംഗ്സിൽ നിങ്ങൾ ആ കണക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് അവിടെ നിങ്ങൾക്ക് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ ആക്സസ് പോയിന്റ് നെയിംസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ചിലതിൽ APN സെറ്റിംഗ്സ് എന്നായിരിക്കും കാണുന്നത്. ജസ്റ്റ് നിങ്ങൾ ആക്സസ് പോയിന്റ് നെയിംസ് അല്ലെങ്കിൽ APN സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അവിടെ നിങ്ങളുടെ ഇൻ്റർനെറ്റ് സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജിയോ ആണെങ്കിൽ ജിയോ, എയർടെൽ ആണെങ്കിൽ എയർടെൽ, അവിടെ ഒരു മാർക്ക് വന്നിട്ട് അവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതാണ് നിങ്ങളുടെ ഇൻ്റർനെറ്റ് സെറ്റിംഗ്സ്. ഇത് റീസെറ്റ് ചെയ്യുന്നതിനായിട്ട് സൈഡിലുള്ള ഒരു 3 ഡോട്ട് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റീസെറ്റ് ടു ഡീഫോൾട്ട് എന്ന പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ വരും. റീസെറ്റ് APN സെറ്റിംഗ്സ് എന്ന് പറയും. നിങ്ങളിവിടെ റീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങളുടെ സെറ്റിംഗ്സിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് സെറ്റിംഗ്സ് റീസെറ്റ് ആവുകയും നിങ്ങളുടെ എന്തെങ്കിലും ഇഷ്യൂസുകൾ, നെറ്റ്വർക്ക് സെറ്റിംഗ്സ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസുകൾ കൊണ്ടും ഫോണിൻ്റെ നെറ്റ്വർക്ക് സംബന്ധമായിട്ട് പ്രശ്നങ്ങളെല്ലാം തന്നെ ഇതുവഴി നിങ്ങൾക്ക് സോൾവ് ആയി കിട്ടും എന്നുള്ളതാണ്. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.